ഹലോ. അങ്ങനെ ഒരു വലിയ പോരാട്ടം നമ്മൾ കണ്ടിരിക്കുകയാണ്. ഫൈനലിലെ ഫസ്റ്റ് റൗണ്ടാണ് കണ്ടിട്ടുള്ളത്. സോ ഇനി സെക്കൻഡ് റൗണ്ടിലേക്ക് ആരൊക്കെയാണ് കടക്കുന്നത് എന്ന് തീരുമാനിക്കേണ്ട സമയമാണ്. ഫെഡറൽ ബാങ്ക് സ്പീക്ക് ഫോർ ഇന്ത്യ കേരള എഡിഷൻ ഇൻ അസോസിയേഷൻ വിത്ത് മാതൃഭൂമി, അതിൻ്റെ ഫൈനലിലെ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞ് നിൽക്കുന്ന ഈ ഒരു സമയത്ത് ഇൻ ബിറ്റ്വീൻ ദാറ്റ് ആ ഒരു ജഡ്ജ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നതിന് മുൻപ് ടാബുലേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ ഈ സ്പീക്ക് ഫോർ ഇന്ത്യയുടെ ഭാഗമായിട്ട് സോഷ്യൽ മീഡിയയിൽ നടത്തിയിരിക്കുന്ന കോൺടെസ്റ്റുകൾ ഉണ്ടായിരുന്നു. അതിൽ വിന്നേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അവർക്കുള്ള സമ്മാനദാന ചടങ്ങാണ് ഇനി നടക്കാൻ പോകുന്നത്. ഇംപ്രസ് ടു എക്സ്പ്രസ് ഇൻസ്റ്റാ റീൽസ്, അതുപോലെ തന്നെ കണ്ടു കണ്ടു കണ്ടില്ല ഫോട്ടോ കോൺടെസ്റ്റ്, ഇത് രണ്ടുമാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ നടത്തിയിട്ടുണ്ടായിരുന്നത്. സോ ഇതിൻ്റെ വിന്നേഴ്സിനുള്ള പ്രൈസ് ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ട് ഞാൻ വേദിയിലേക്ക് ഒരു വിശിഷ്ട വ്യക്തിയെ ക്ഷണിക്കുകയാണ്. ശ്രീ പിച്ചായ് മഹാലിംഗം, എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് ഫെഡറൽ ബാങ്ക്. സമ്മാനദാനത്തിനായി അദ്ദേഹത്തെ ആദരവോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സോ നമ്മുടെ ഫസ്റ്റ് കോൺടെസ്റ്റ് ഇംപ്രസ് ടു എക്സ്പ്രസ് ഇൻസ്റ്റാ റീൽസ്, ഇതിൻ്റെ വിന്നറായിട്ട് നമുക്കുള്ളത് ജോസഫ് എൽട്ടൺ, ആൽബർട്ടിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്, എറണാകുളം. അദ്ദേഹമാണ് വിന്നർ. സോ ജോസഫ് എൽട്ടനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അദ്ദേഹത്തിനുള്ള സമ്മാനദാന ചടങ്ങാണ് നടക്കുന്നത്. താങ്ക് യു. അടുത്തതായി നമ്മളുടെ അടുത്ത കോൺടെസ്റ്റ് കണ്ടു കണ്ടു കണ്ടില്ല ഫോട്ടോ കോൺടെസ്റ്റ് ആണ്. ഇതിൽ വിൻ ചെയ്തിരിക്കുന്നത് അനുഷ് ജിബി തോമസ്, മാർ ബെസേലിയസ് കോളേജ് ഓഫ് നഴ്സിംഗ്, കോതമംഗലം. സോ അനുഷിനുള്ള സമ്മാനദാന ചടങ്ങാണ്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. സോ ഇനി എന്താണ്, ഇനി നമ്മളുടെ ഫൈനലിലെ സെക്കൻഡ് റൗണ്ടിൽ ആരൊക്കെയാണ് കടക്കാൻ പോകുന്നത്, ആ 4 പേർ ആരാണ്, പൊരിഞ്ഞ പോരാട്ടത്തിനൊടുവിൽ ആരാണ് വിൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് പറയേണ്ട സമയമാണ്. സോ അതിനായിട്ട് ഞാൻ ഇത്രയും നേരം ജഡ്ജ്മെന്റ് നമുക്കായി നടത്തിയിട്ടുള്ള 3 ജഡ്ജസിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ശ്രീ APM മുഹമ്മദ് ഹനീഷ് IAS, പ്രിൻസിപ്പൽ സെക്രട്ടറി ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ, ഗവൺമെന്റ് ഓഫ് കേരള. ശ്രീ ബാബു സെബാസ്റ്റ്യൻ, ഫോമർ വൈസ് ചാൻസലർ MG യൂണിവേഴ്സിറ്റി. ശ്രീമതി മിനി PC, റൈറ്റർ ആൻഡ് ഒറേറ്റർ. 3 പേരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. 8 പേരിൽ നിന്ന് 4 പേരാണ് ഫൈനലിലെ സെക്കൻഡ് റൗണ്ടിലേക്ക് കടക്കുന്നത്. ജസ്റ്റ് എന്തൊക്കെയാണ്, എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്, ഇവരുടെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങളുടെ ഒരു പെർസ്പെക്റ്റീവിൽ ഇവരുടെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതൊന്ന് ഓഡിയൻസുമായിട്ട് ഷെയർ ചെയ്താൽ കുട്ടികൾ ബാക്കിൽ നിന്ന് കേൾക്കുമ്പോൾ അവർക്കും ഇനി എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ളത് മനസ്സിലാവും. സോ സാർ പറയും. എൻ്റെ പഴയ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ്, അപ്പോൾ അവിടെ തുടങ്ങിക്കോട്ടെ. താങ്ക്സ് ബാബു. ആദ്യമായിട്ട് എനിക്ക് ഒരു അഭിപ്രായം പറയാനുള്ളത്, ആ ഒരു നിമിഷ നേരത്തെ ആദ്യത്തെ ഒരു പ്രസംഗം എന്ന് പറയുന്നത് കുറച്ചുകൂടി വേഗത കുറയ്ക്കാം, സ്ഫുടത വർദ്ധിപ്പിക്കാം. അതിനുപരിയായിട്ട് വസ്തുതകളുടെ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സിൻ്റെ പ്രഘോഷണം മാത്രമാകരുത് ഒരു നിമിഷ നേരത്തെ ആ പ്രസംഗം. അതൊരു പോളിസി സ്റ്റേറ്റ്മെൻറ്റാണ്. മനോഹാരിത ഏറ്റവും അധികം എനിക്ക് തോന്നിയത് ആ 5 നിമിഷ നേരം നീണ്ടുനിന്ന വാദപ്രതിവാദത്തിലാണ്. ആ വാദപ്രതിവാദത്തിന് അസാമാന്യമായ ചൂടും ചൂരുമുണ്ട്, ആശയങ്ങളുടെ ശക്തിയുണ്ട്, ആശയവിനിമയം നടത്തുമ്പോഴുള്ള വ്യക്തമായിട്ടുള്ള ആശയ സംഘടനകളുണ്ട്. അതിലുപരിയായി ഭാഷാപരമായിട്ടുള്ള ഔന്നത്യം പുലർത്തുവാൻ എല്ലാവരും കഴിവതും ശ്രമിച്ചിട്ടുണ്ട്. ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്ന അവസാന ഘട്ടത്തിൽ ഒന്നുകൂടി കൃത്യമായിട്ട് ഉത്തരങ്ങൾ വരേണ്ടതാണ് എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. പലപ്പോഴും നമുക്ക് സംഭവിച്ചു പോകുന്നത്, നമ്മുടെ കയ്യിൽ നമ്മുടെ എല്ലാം ഈ മത്സര പരീക്ഷകൾക്കും എല്ലാം ഉണ്ട്, ഈ ഉപന്യാസങ്ങൾ ധാരാളം പഠിച്ചു വെക്കും. ഉപന്യാസങ്ങളും ഉണ്ടാവും, ഉദ്ധരണികളുണ്ടാവും. ഉദ്ധരണികൾ ആവശ്യമുള്ളിടത്തും അനാവശ്യമുള്ളിടത്തും ഒക്കെ പ്രയോഗിക്കുന്ന ഒരു രീതി നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അത് നമ്മളൊന്ന് കുറച്ചിട്ട് ആവശ്യത്തിനനുസരിച്ചുള്ള ഉദ്ധരണികളും ആവശ്യത്തിന് അനുസരിച്ചുള്ള യുക്തികളും പ്രയോഗിക്കുവാൻ ശ്രദ്ധിക്കുക. പക്ഷേ തുറന്നു പറയുകയാണ്, വളരെ ആവേശകരവും അങ്ങേയറ്റം രസകരവുമായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ, ആദ്യമായിട്ട് ഞാൻ ഈ ഒരു 8 പേരെയും പ്രത്യേകം, നമ്മൾ പല സ്ക്രീനിങ് കഴിഞ്ഞ് വന്നതാണ്, പ്രത്യേകം ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുകയാണ്. കാരണം അവർ ചെയ്ത ഒരു റിസർച്ച് വർക്കുണ്ട്. അപ്പോൾ ആ ഒരു വിഷയത്തെ നമ്മൾ പറയാറുണ്ട്, ഒരു ഹെൽത്ത്
ഹെൽത്തി അപ്രോച്ച്, വളരെ ആരോഗ്യപരമായിട്ട് അതിനെ പ്രസൻറ്റ് ചെയ്യുന്നതിന് അവർ വിജയിച്ചു. പക്ഷേ അവരുടെ ഈ പ്രൈസിങ് ഇസ് ബേസ്ഡ് ഓൺ അതർ തിങ്സ്. ഇപ്പം നമ്മൾ ഡിബേറ്റിൽ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നത് ഒന്ന്, നമ്മൾ ആ ഒരു ജെസ്റ്റർ ആൻഡ് പോസ്റ്റർ, അപ്പം ആ ഒരു ആർഗ്യുമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നതിനുള്ള ഒരു ബോഡി ലാംഗ്വേജ് കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു ഈ ഡിബേറ്റിൽ ഉണ്ടാകാവുന്നതാണ്. ജെസ്റ്റർ, പോസ്റ്റർ, ഐ കോണ്ടാക്റ്റ് ആൻഡ് വോയിസ് പിച്ച്. ഇപ്പോൾ വോയിസ് പിച്ചിൽ പോലും അവർ അതിൻ്റെ അകത്ത് സ്ട്രെസ് ചെയ്ത് അവരുടെ ആർഗ്യുമെൻറ്റിനെ ഒന്ന് നമ്മൾ പറയാറുണ്ട് കുറച്ചുകൂടി ഒന്ന് ഫോഴ്സ്ഫുള്ളി തേക്കാൻ സാധിക്കുമായിരുന്നു. ദെൻ ഇൻറ്റോണേഷൻ, ഒരു ഇംഗ്ലീഷ് പ്രത്യേകിച്ച് അവർ ചെയ്യുമ്പോൾ ദ റൈസിങ് ആൻഡ് ഫാളിങ് ഓഫ് ദ വോയിസ്. അപ്പോൾ ലാംഗ്വേജ് ബേസിൽ കുറച്ചുകൂടി, ബോഡി ലാംഗ്വേജ് ബേസിൽ കുറേ അധികം കൂടി ഈ കുട്ടികൾ ശ്രദ്ധിച്ചാൽ ഡെഫിനറ്റ്ലി നമ്മുടെ ഒരു നാഷണൽ സ്റ്റാൻഡേർഡിലേക്ക്, പലപ്പോഴും ഇൻ്റർ യൂണിവേഴ്സിറ്റി ലെവലിലുള്ള ഈ ഡിബേറ്റിംഗ് കോമ്പറ്റീഷനുകളൊക്കെ നമ്മൾ കാണുന്ന ആ ഒരു പെർഫോമൻസ് ബേസിലേക്ക് നമ്മുടെ കുട്ടികൾ എത്തിയിട്ടുണ്ട്. എല്ലാവരെയും വളരെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുക. അതോടൊപ്പം തന്നെ ഫെഡറൽ ബാങ്കിനും മാതൃഭൂമിക്കും ഞങ്ങളുടെ ആത്മാർത്ഥമായ എല്ലാ അഭിനന്ദനങ്ങളും ഭാവുകങ്ങളും നേരുന്നു. മത്സരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ് രണ്ടുപേരും പറഞ്ഞത്. അതുകൂടാതെ ആദ്യം തന്നെ എല്ലാ കുട്ടികൾക്കും അഭിനന്ദനങ്ങൾ. ഇതുപോലെ ഒരു മത്സരത്തിന് ഇങ്ങനെ നമ്മൾ നിൽക്കുമ്പോൾ എത്ര ഗ്രൂമിങ് കഴിഞ്ഞാലും നമ്മളുടെ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് അതിനനുസരിച്ച് പിന്നെ ടെൻഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, നമുക്കത് മനസ്സിലാവും. എങ്കിലും വളരെ മനോഹരമായിട്ട് എല്ലാവരും തന്നെ പെർഫോം ചെയ്തു. ഇവിടെ വന്ന് നിൽക്കുമ്പോഴാണല്ലോ അനുകൂലിച്ചാണോ പ്രതികൂലിച്ചാണോ പറയേണ്ടതെന്നുള്ള ഒരു ഇത് കിട്ടുന്നത് നമുക്ക്. അപ്പം അതിനനുസരിച്ച് ഇവിടെ നിന്ന് വേണം നമ്മുടെ മനസ്സിലെല്ലാം ഉണ്ടാക്കിയെടുക്കാൻ. എന്നിട്ട് ഇത്ര നന്നായിട്ട് പെർഫോം ചെയ്യുന്നത് വളരെ വലിയ കാര്യം തന്നെയാണ്. എല്ലാവർക്കും ഒന്നുകൂടി അഭിനന്ദനങ്ങൾ. അതുപോലെ തന്നെ യങ്സ്റ്റേഴ്സിന് അവരിലാണ് നമ്മളുടെ ഭാവി മുഴുവനും, രാജ്യത്തിൻ്റെ ഭാവി മുഴുവനും നിക്ഷിപ്തമായിരിക്കുന്ന അവരുടെ തോളുകളിലാണ്. അവരാണ് ഇനി ഈ രാജ്യത്തിൻ്റെ ഭാരം ചുമക്കേണ്ട ആളുകൾ. അപ്പം അങ്ങനെയുള്ള കുട്ടികളെ വളരെ ക്രിയേറ്റീവായിട്ട് നാടിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് ചർച്ച ചെയ്ത്, അതായത് പുറമേ പല രീതിയിലുള്ള മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും പല പ്രശ്നങ്ങളും പുറമേ നടക്കുന്ന സമയത്ത് ഇത്രയും വളരെ നല്ല രീതിയിൽ കുട്ടികളെ കൂടി നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗങ്ങളാക്കത്തക്ക രീതിയിൽ അവരെ വളരെ കുറേ കാര്യങ്ങൾ അവയർനെസ് അവർക്കുണ്ടാക്കി കൊടുത്ത് അവരെ കരുത്തരായിട്ട് വളർത്തിയെടുക്കാൻ വേണ്ടി ഫെഡറൽ ബാങ്കും മാതൃഭൂമിയും നടത്തുന്ന ഈ ഒരു സംരംഭം വളരെ എത്ര പറഞ്ഞാലും മതിയാവാത്ത ഒരു വലിയ കാര്യമാണ് അവർ ചെയ്യുന്നത്. ഇനിയും കുട്ടികൾക്ക് ഇതുപോലുള്ള ഒരുപാട് വേദികൾ കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഞാൻ നേരത്തെ വിട്ടുപോയ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് വളരെ സന്തോഷം തോന്നിയൊരു കാര്യം, 930 ആണ്ട് 940 ആണ്ട് മുതൽ ഇന്ന് വരെയുള്ള ലോകവ്യാപകമായിട്ടുള്ള മുന്നേറ്റങ്ങൾ, നിയമനിർമ്മാണങ്ങൾ, ചുരുക്കത്തിൽ ഒരു ഇയേണിംഗ് ഫോർ റിസർച്ച് എന്ന് പറയുന്നത് ഞങ്ങൾ ഈ എഡ്യൂക്കേഷനിലൊക്കെ ഒത്തിരി കാലമായിട്ട് നടക്കുന്നത് കൊണ്ട്, ഞാൻ പ്രത്യേകിച്ച് നടക്കുന്നത് കൊണ്ട് എനിക്കൊക്കെ വലിയ വിഷമമുള്ള കാര്യമുണ്ടായിരുന്നത് എല്ലാം ഒരു കട്ട് ആൻഡ് പേസ്റ്റിലേക്ക് പോകുന്നു എന്നൊരു സങ്കടമുണ്ട്. അത് എന്തു തന്നെയാവട്ടെ, ഒരു തേഴ്സ്റ്റ് ഫോർ റിസർച്ച് കാര്യമായിട്ട് ഇവിടുത്തെ ഈ അവതരിപ്പിച്ചവരിലെല്ലാം കാണാനുണ്ടായിരുന്നു. ഗണ്യമായിട്ടുള്ള ഒരു അനുമോദനം അതിനുവേണ്ടിയുണ്ട്. ശരിക്കും മെനക്കെട്ടിട്ടുണ്ട് പഠിക്കുവാൻ എന്നതിൽ സന്തോഷമുണ്ട്. പിന്നെ ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു നോട്ടുണ്ട് ഇതിനകത്ത്. ഒന്ന്, ഈ ഫെഡറൽ ബാങ്കും മാതൃഭൂമിയും ചേർന്നുകൊണ്ടുള്ള സ്പീക്ക് ഫോർ ഇന്ത്യ കേരള എഡിഷൻ ഇത് ആരംഭിച്ചിട്ട് 2016 ആരംഭിച്ചത്, അത് 2017 2014 ഐ റിമെമ്പർ. 2015 ആദ്യത്തെ ഫിനാലെ ജാനുവരി ഫെബ്രുവരിയിൽ നടന്നത്. അന്നത്തെ പിന്നെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജിജി തോംസൺ സാർ അന്നത്തെ ചീഫ് സെക്രട്ടറി പങ്കെടുത്തിരുന്നു. ഏതായാലും അന്നു മുതൽ ഇന്ന് വരെയുള്ള ഈ ഡിബേറ്റ്സിൽ ഇതെൻ്റെ 4ാമത്തേതോ 5ാമത്തേതോ ആയ പിന്നെ ഡിബേറ്റാണ് ആസ് എ ജഡ്ജ്. അതുകൊണ്ട് അതിനകത്തൊരു കാര്യം, ഈ രണ്ട് പാർട്ട്നേഴ്സും എന്നെ സംബന്ധിച്ച് വളരെ വളരെ അടുപ്പമുള്ളവരാണ്. ഫെഡറൽ ബാങ്കിനെ പറ്റി സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ്സ് മൈ ഓൺ ബാങ്ക് എന്ന് പറഞ്ഞാൽ എത്രയോ കൊല്ലങ്ങളുടെ ബന്ധം സിഇഒമാരുമായിട്ടും MDമാരുമായിട്ടും. ഇൻഫാക്ട് മൈ അങ്കിൾ ഹിംസെൽഫ് വാസ് ദി ചെയർമാൻ വൺസ് അപ്പോൺ എ ടൈം ഓഫ് ദി ഫെഡറൽ ബാങ്ക്, പ്രൊഫസർ സലീം. എല്ലാം ഉണ്ട്, ആ ഒരു ബന്ധമുണ്ട്. മാതൃഭൂമിയെ സംബന്ധിച്ചാണെങ്കിൽ ഇപ്പോൾ വന്ന് മാതൃഭൂമിയുടെ പ്രവർത്തകരായാലും മാതൃഭൂമിയുടെ ഉദ്യോഗസ്ഥന്മാരായാലും സെക്രട്ടേറിയറ്റിൽ സ്വന്തം മുറി പോലെ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു മുറി എൻ്റെ മുറിയാണെന്ന് പറയുന്നതിൽ വളരെ അഭിമാനമുണ്ട്.
മാതൃഭൂമിയുടെ എല്ലാ പ്രവർത്തകർക്കും എല്ലാവിധ ആശംസകൾ. ഈ അടുത്ത് നടന്ന പരിപാടികളടക്കം എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. എൻ്റെ ഭാഗത്തു നിന്ന് വ്യക്തിപരമായ നന്ദി. അതോടൊപ്പം തന്നെ ഇന്നിവിടെ എത്തിച്ചേർന്ന മിടുക്കന്മാരെയും മിടുക്കികൾക്കും എല്ലാവിധ അനുമോദനങ്ങൾ നേരുന്നു. തീർച്ചയായിട്ടും കുറെ കൂടി ഒരു ആഴത്തിലുള്ള പഠനവും ഒരു ഉൾക്കാഴ്ചയും കൂടി നമുക്ക് പൂർണ്ണമായിട്ടും സ്വായത്തമാക്കാൻ സാധിക്കുമെങ്കിൽ ദേശീയ അന്തർദേശീയ തലങ്ങളിൽ നല്ല വിദ്യാർത്ഥികളാകാനും അതുപോലെ നല്ല പ്രസംഗകരാകാനും ഏറ്റവും മികച്ച ആർട്ടിക്കുലേറ്റേഴ്സ് ആവാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊള്ളുന്നു. താങ്ക് യു സർ. നമ്മുടെ ടാബുലേഷൻ കഴിഞ്ഞ് ഫൈനൽ 4 ആരാണ് എന്നുള്ളത് ഇതാ മാമിന്റെ കൈകളിൽ ഇരിക്കുന്നുണ്ട്. സോ നമ്മുടെ ഫൈനലിലെ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞ് അടുത്ത സെക്കൻഡ് റൗണ്ടിലേക്ക് ആരൊക്കെ പോകണം എന്ന് തീരുമാനമായിട്ടുണ്ട്. 4 പേർ ആരൊക്കെ ആയിരിക്കും അനൗൺസ് ചെയ്യാൻ ഞാൻ സാറിനോട് അഭ്യർത്ഥിക്കുകയാണ്. ആദ്യത്തെ പേര് ഞാനങ്ങ് വായിക്കുകയാണ്. ഈ ആദ്യത്തെ പേരെന്ന് പറയുന്നത് നിര അനുസരിച്ചൊന്നുമില്ലല്ലോ, വെറുതെ എങ്ങനെ പേര് വായിക്കില്ല. അതെ, അതില് ആ ഫൈനലിൽ സെലക്ട് ആയ 4 പേര് സാർ അങ്ങനെ പറഞ്ഞോളൂ. അത് ഫൈനൽ റൗണ്ടിലേക്ക് കടന്ന് നോട്ട് ഇൻ ദ എക്സാക്ട് ഓർഡർ ഓഫ് ദി റാങ്കിങ് ഓർഡർ. ആദ്യത്തെ പേര് ആരായിരിക്കും? പേരുകൾ മറന്നുപോയോ? പക്ഷെ മനസ്സിൽ മുഖമുണ്ട് അല്ലേ? ആരൊക്കെ ആയിരിക്കും അല്ലേ? നമുക്ക് നോക്കാം ആ മുഖങ്ങൾ തന്നെയാണോ സ്റ്റേജിൽ എത്തുക എന്നുള്ളത് കേട്ടോ. ആയിൽ തുടങ്ങുന്ന ഒരു പേരാണ് ആദ്യം. അനഘ പി ആണ്. അനഘ പി, സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസ്, കുസാറ്റ്. അനഘയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഫൈനൽ റൗണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ് അനഘ. അടുത്തത് ആരാണ് സർ? കൺഗ്രാറ്റുലേഷൻസ് അനഘ. അടുത്തൊരു പേര് കൂടെ ഞാൻ വായിക്കാം. KR ഉത്തര രാജി. Yes, KR ഉത്തര രാജി, മാറിവാനിയോസ് ട്രിവാൻഡ്രം. Congratulations ഉത്തര. ബാബു ഞാൻ തന്നെ വായിക്കും. അടുത്തത് അമൃത. അമൃത ബി, ഗവൺമെന്റ് ലോ കോളേജ് എറണാകുളം. അടുത്തതാര്? ഇത് വലിയ പ്രശ്നമായിരിക്കുകയാണ്. ഇത് പിന്നെ ഇവിടെ നമ്മൾ പിന്നെ മെൻസ്ട്രുവൽ ലീവിനെ പറ്റി സംസാരിക്കുന്നു. ഇത് ഫൈനലെത്തുന്ന മുഴുവൻ സ്ത്രീകളാണ്, പുരുഷന്മാരാരുമില്ലേ? ആനന്ദ് വിജയൻ. യെസ്, ആനന്ദ് വിജയൻ, കൊല്ലം SN കോളേജ്. ഫൈനലിലേക്ക് കടന്ന ഒരേ ഒരു ആൺതരി. സോ ഇവർക്ക് ഒരു വലിയ കയ്യടി ഓൾറെഡി നമ്മുടെ ഓഡിയൻസ് നൽകി കഴിഞ്ഞു. ഒന്നുകൂടി ആവാം ഒരു കയ്യടി. ഇനി ഫൈനലിൽ നമ്മൾ കാണാൻ പോകുന്നത് അതിനേക്കാൾ വലിയ പോരാട്ടമാണ്, നമുക്ക് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ട്. സോ ഫൈനലിലേക്ക് എത്തിയ 4 പേർക്കും ഒരിക്കൽ കൂടി കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സോ മച്ച്. ആൻഡ് നമ്മുടെ ജഡ്ജസിനുള്ള സ്നേഹോപഹാരം സമ്മാനിക്കേണ്ട സമയമാണ്. സോ അതിനായിട്ട് ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നത് ഫെഡറൽ ബാങ്ക് ഒഫീഷ്യൽ ആയിട്ടുള്ള ശ്രീ അനിൽ CJ, ഡെപ്യൂട്ടി വൈസ് പ്രസിഡന്റ് 2 ആൻഡ് ഹെഡ് CSR ഫെഡറൽ ബാങ്ക്. അദ്ദേഹത്തെ ആദരവോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആദ്യമായി മൊമെന്റോ കൈമാറുന്നത് ശ്രീ APM മുഹമ്മദ് ഹനീഷ് IAS, പ്രിൻസിപ്പൽ സെക്രട്ടറി, ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ, ഗവൺമെന്റ് ഓഫ് കേരള. അടുത്തത് മൊമെന്റോ കൈമാറുന്നത് ശ്രീ ബാബു സെബാസ്റ്റ്യൻ, ഫോമർ വൈസ് ചാൻസലർ MG യൂണിവേഴ്സിറ്റി. അടുത്തത് മൊമെന്റോ കൈമാറുന്നത് ശ്രീമതി മിനി PC, റൈറ്റർ ആൻഡ് ഒറേറ്റർ. ഒപ്പം തന്നെ നമ്മളുടെ ഈ ഒരു ഇവന്റിന്റെ മോഡറേറ്റർ ആയിട്ടുള്ള മിസ് റോഷ്നി മുരളീധരന് കൂടിയുള്ള മൊമെന്റോ കൈമാറണം സർ. ഒരു മൊമെന്റോ കൂടി. അങ്ങനെ നമ്മൾ നമ്മുടെ ഫൈനലിലെ സെക്കൻഡ് റൗണ്ടിലേക്ക് കടക്കുകയാണ്. അതിനുള്ള തയ്യാറെടുപ്പൊക്കെ ആയി. ജഡ്ജസിനെ നേരെ സീറ്റിലേക്ക് വീണ്ടും ക്ഷണിക്കുകയാണ്. ഒപ്പം ഈ ഒരു ഗ്രേറ്റ് ഇവന്റ്, ഈ ഗ്രേറ്റ് കോമ്പറ്റീഷൻ, ഇതിനോട് നമ്മളോട് സംസാരിക്കാനായി ഈ ഇവന്റിൽ നമ്മളോട് സംസാരിക്കാനായി ഞാൻ വേദിയിലേക്ക് അടുത്തൊരു വിശിഷ്ട വ്യക്തിയെ ക്ഷണിക്കുകയാണ്. ശ്രീമതി ശാലിനി വാര്യർ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ, ഫെഡറൽ ബാങ്ക്. മാം പ്ലീസ്. Good afternoon. There doesn't seem to be much energy in the audience, Kuriakos. You seem to be the only one with some energy. I thought I was coming to a college after a very long time. I expected a lot more energy. So good afternoon once again to everybody. Thank you very much
for your presence here. First of all, a very big thank you to our valuable judges. It's not easy to judge the quality of the debates that I saw when I came in over here. So thank you very much for your valued contribution. A big thank you to the Madhrubhumi team. This is an association that has gone on for the last 10 years, something that we cherish a lot in Federal Bank, and we're truly thankful for that partnership that we've had. From a Federal Bank perspective, the reason why we have something like Speak for India, and as we said, it's been 10 years in Kerala. This year, 7 states are being covered by us through this. So many people ask me at times, why would you do something like this? Why would you do something like Speak for India? I think the ethos and philosophy behind this is very clear. The future of the country lies in the hands of the younger generation. And one of the key issues that we see with the younger generation is the confidence and the ability to take a stance and articulate that stance. The confidence and ability to convince an opposition about your own viewpoint and take that forward into thereafter into implementation. So building self-confidence, building assurance, building the resilience and the grit to be able to take this journey forward is something that we believe is a critical ingredient for the success of not just the success of the banking system, not just the success of the financial services system which we represent, but for the wider country as a whole. These debates over the last few years have given us evidence that the whole process by which we inculcate this habit into the younger generation stands them in very good stead when they come out later into the corporate life. We have many, many shining examples of people of young students who've gone through this process and thereafter gone on to become extremely successful in corporate life, in government service, in many other areas. So this is our investment in the future of India. This is our investment to the youth of the country to take them forward into this journey of making India one of the largest economies in the world. So that's really what we believe in, and we practice it through these forums. We also have several other activities that we do under this umbrella. As an example, we've got federal skilling academies where the financially disadvantaged are given training in various opportunities, from tailoring to umbrella making to CNC machines to tally to business correspondence to a range of items. And today we've expanded our federal skill academies across many, many centers. As we speak, we're opening another one on Monday in Vijayawada, which I have the honor and privilege of attending to open. So we've got many, many of these federal skill academies that we're opening. We're doing a lot of work, as you know, in the area of cancer detection through Sanjeevani, our flagship program. We've got a range of other initiatives that we're doing in the opportunity to give back to society what we have gained from society. So that's really where Federal Bank is heading to, the entire philosophy being around digital at the fore, human at the core. And the human element comes through life, through our branches, through opportunities of this kind. On this occasion, I'd like to once again say thank you to all of you who are here, and I'd like to wish the finalists the very best. I'm looking forward to hearing some very interesting debates in the coming few minutes. Thank you very much. Thank you so much. Thank you, ma'am. Thank you so much. So, ഒരു നാടിൻ്റെ ഭാവി അവിടുത്തെ യുവാക്കളിലാണ്, അഭിപ്രായമുള്ള യുവാക്കളിലാണ് എന്ന് മനസ്സിലാക്കുന്ന 2 ഓർഗനൈസേഷൻസ്, ഫെഡറൽ ബാങ്കും മാതൃഭൂമിയും ചേർന്നൊരുക്കിയ സ്പീക്ക് ഫോർ ഇന്ത്യ കേരള എഡിഷൻ ഇൻ അസോസിയേഷൻ വിത്ത് മാതൃഭൂമി. സോ ഇതിൻ്റെ ഫൈനലിലെ സെക്കൻഡ് റൗണ്ടിലേക്ക് നമ്മൾ കടക്കുകയാണ്. സെക്കൻഡ് റൗണ്ടിലേക്ക് 4 പേരാണ് സെലക്ട് ആയിരിക്കുന്നതെന്ന് അറിയാലോ. ഈ 4 പേരെയും അടുത്ത റൗണ്ടിലേക്ക് ക്ഷണിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഈ സ്റ്റേജ് നമ്മുടെ മോഡറേറ്റർക്ക് കൈമാറുകയാണ്. താങ്ക് യു. Thank you, Vijita. All right. സ്പീക്ക് ഫോർ ഇന്ത്യയുടെ വേദിയുടെ ഒരു വലിയ പ്രത്യേകതയാണ്, തൊട്ട് മുന്നേ വരെ 8 പേരും കണ്ടസ്റ്റൻസ് ആയിരുന്നു, കോമ്പറ്റേഴ്സ് ആയിരുന്നു. They wanted to win over and above the other person. But right now, final fabulous 4ലേക്ക് എത്തുമ്പോൾ നമ്മുടെ ഫാന്റാസ്റ്റിക് 8ലെ മറ്റ് മെമ്പേഴ്സ്, the remaining 4 who reached this platform after a lot of struggles, അവരവരുടെ ഫ്രണ്ട്സിനെ ചെയർ ചെയ്യുകയാണ് നിങ്ങളോടൊപ്പം വരുന്നത്. സോ എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് ഫോർ ദം, ഫോർ ദാറ്റ് കംറാഡറി. അവരുടെ മുന്നിലുണ്ട്, വേദിയിൽ ഇരിക്കുന്നുണ്ട്, നിങ്ങളോടൊപ്പം ഇരിക്കുന്നുണ്ട്. നൗ ദേ വാണ്ട് ദെയർ ഫ്രണ്ട്സ് ടു വിൻ. അപ്പൊ ആ ഒരു
സുഹൃത്ത് ബന്ധത്തിന്റെ ഈ ഒരു സ്റ്റേജ് നൽകുന്ന ആ പ്രഷ്യസ് ഫ്രണ്ട്സിനെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ട് let's go and see and hear what our topic for this second round is. Our deciding topic. We have an AV prepared for you. Let's go to that. കേരളം ദൈവത്തിന്റെ സ്വന്തം നാടെന്ന വാചകം ഏറ്റുപറയാത്ത മലയാളികളില്ല. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ നേടിയ നേട്ടങ്ങൾ, വികസനത്തിലെ കേരള മാതൃക ഇന്ത്യയൊട്ടാകെ മാത്രമല്ല അന്താരാഷ്ട്ര തലത്തിലും പെരുമ നേടിത്തന്നു. പ്രളയവും മഹാമാരിയും ഒന്നായി നേരിട്ടപ്പോൾ നാം പറഞ്ഞു മലയാളി പൊളിയാണ്. എന്നാൽ ഈ നേട്ടങ്ങളെല്ലാം ഉള്ളപ്പോൾ തന്നെ നാം ഓർക്കേണ്ട ചില കാര്യങ്ങളുമുണ്ട്. ദുരഭിമാന കൊലക്കിരയായ കെവിന്റെ കേരളമാണിത്. ആൾക്കൂട്ട വിചാരണക്കിരയായ മധുവിന്റെയും സിദ്ധാർത്ഥിന്റെയും കേരളമാണിത്. സ്ത്രീധന കൊലപാതകങ്ങൾ ഞെട്ടിക്കുന്ന ഒരു സമൂഹമാണ് നമ്മൾ. വ്യാജ സംരംഭങ്ങളിൽ ലക്ഷങ്ങൾ മുടക്കി തട്ടിപ്പിനിരയാവുന്നവരാണ് വിദ്യാസമ്പന്നരെന്ന് കേൾവി കേട്ട മലയാളികൾ. നാരായണ ഗുരുവും ചട്ടമ്പിസ്വാമികളും അയ്യങ്കാളിയും ഉൾപ്പെടെയുള്ള മഹാത്മാക്കൾ പകർന്ന വെളിച്ചത്തെ കെടുത്താനുള്ള ശ്രമങ്ങളും കണ്ടുവരുന്നു. ഈ വർത്തമാനകാല യാഥാർത്ഥ്യങ്ങളിൽ നിന്നുകൊണ്ട് സ്പീക്ക് ഫോർ ഇന്ത്യ ചോദിക്കുന്നു, പറയും പോലെ മലയാളി പൊളിയാണോ? മലയാളിക്ക് എന്താടാ കേട്ടോ, മലയാളി പുലിയാടാ. ചുമ്മാ സട്ടക്കൂട്ടം തുണർന്നാൽ അട്ടപ്പട്ടലം നിന്റെ കഥ കഴിയും പോടാ. മലയാളിക്ക് എന്താടാ കേട്ടോ, മലയാളി പുലിയാടാ. Federal Bank Speak for India Kerala Edition Season 8 in association with Madhubhumi.